ഗുരുവായൂരപ്പ നിൻ മുന്നിൽ ഞാനുരുകുന്നു കർപ്പൂരമായി. യേശുദാസ് അതിമനോഹരമായിട്ട് ആലപിച്ച ഒരു ഭക്തിഗാനമാണ്. യേശുദാസ് പാടിയ ഒരു പാട്ടും അബദ്ധത്തിൽ പോലും പാടാൻ ആഗ്രഹിക്കാത്ത ഒരാളാണ് ഞാൻ. യേശുദാസിനോടുള്ള ബഹുമാനക്കുറവുകൊണ്ടല്ല, സത്യം പറഞ്ഞാൽ യേശുദാസിനോടുള്ള ബഹുമാനം കൂടുതലുകൊണ്ടാണ്. അതുകൊണ്ട് യേശുദാസിനോട് അഗാധമായ സ്നേഹ ആദരവുകളുള്ളതുകൊണ്ട് അദ്ദേഹം പാടിയ ഒരു പാട്ടും അബദ്ധത്തിൽ പോലും ഞാൻ പാടാറില്ല. പക്ഷേ ഇന്നത്തെ ദിവസം ഇത് പാടാതെ നമുക്ക് ഒരടി പോലും മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ടാണ് ഞാനിവിടെ ഇത് ആലപിക്കാനായിട്ട് ശ്രമിച്ചു നോക്കിയത്. മഹാസാഹസമാണെന്നറിയാം. കാര്യം എന്താണെന്നറിയാമല്ലോ, നമ്മുടെ മഹാനായ കേരള ചക്രവർത്തി പിണറായി മഹാരാജാവിൻ്റെ മകൻ വിവേക് കിരൺ എന്നു പേരുള്ള ചെറുപ്പക്കാരൻ കളത്ര പുത്രാദികളോടൊപ്പം ഇന്നലെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനം നടത്തി. വളരെ നല്ല കാര്യമല്ലേ? തീർച്ചയായിട്ടും നല്ല കാര്യമാണ്. ഞാനങ്ങനെ ഗുരുവായൂർ ക്ഷേത്രത്തിലൊന്നും പോകുന്ന ആളല്ല. 1983 ഒരു വിവാഹത്തിൽ പങ്കെടുക്കാൻ വേണ്ടി പോയതാണ്. ആ വിവാഹം പരാജയപ്പെട്ടു എന്ന് മാത്രമല്ല, പിൽക്കാലത്ത് എറണാകുളം കുടുംബ കോടതിയിൽ അവരുടെ വിവാഹമോചന കേസ് ഞാൻ നടത്തേണ്ടതായിട്ട് വന്നു. അത് പിന്നെ കല്യാണത്തിൽ പോലും ഒരാളെന്നെ ഗുരുവായൂർക്ക് ക്ഷണിക്കാറില്ല. ഞാൻ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ വിവാഹമോചന കേസ് ഞാൻ തന്നെ നടത്തേണ്ടി വരും എന്നാണ് നല്ലവരായ നാട്ടുകാരുടെ തെറ്റിദ്ധാരണ. അങ്ങനെ ഞാൻ അങ്ങോട്ട് ആ വഴിക്ക് പോകാതെ പിന്നീട് AIYFൻ്റെ ആ ഒരു പ്രതിഷേധ സമരത്തിൽ പങ്കെടുക്കാനായിട്ട് ഗുരുവായൂർ പോയി. അങ്ങനെ അത്യപൂർവമായിട്ട് മാത്രമേ ഗുരുവായൂർ എന്നൊരു സ്ഥലത്ത് തന്നെ ഞാൻ പോയിട്ടു. അന്ന് തന്നെ അവിടെ ചെന്ന് ഇറങ്ങിയപ്പോൾ ഞാനിത് കുന്നംകുളമാണെന്ന് വിചാരിച്ചത്. കാരണം നമ്മൾ പണ്ട് കണ്ട ഗുരുവായൂരല്ല. ഗുരുവായൂരൊക്കെ വല്ലാണ്ട് പുരോഗമിച്ച് അനവധി ലോഡ്ജുകളും കെട്ടിടങ്ങളൊക്കെ ഇട്ട് കണ്ടാൽ തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ വികസനം അവിടെ നടന്നായിട്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഞാനിപ്പോൾ പറഞ്ഞത്, ഈ ഗുരുവായൂർ ക്ഷേത്രത്തിൽ പണ്ടൊരിക്കൽ പോകാൻ അവസരം കിട്ടിയ ആളാണ് സഖാവ് പിണറായി വിജയൻ. അന്ന് അദ്ദേഹം ശ്രീകോവിലിൻ്റെ നേരെ നോക്കിയിട്ട് അവിടെയാണോ കൃഷ്ണൻ ഇരിക്കുന്നത് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? അദ്ദേഹത്തിന് അറിയില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ മകനറിയാം എവിടെയാണ് കൃഷ്ണൻ ഇരിക്കുന്നത് എന്നുള്ളത്. അതുകൊണ്ട് മകനും ഭാര്യയും ആ കുട്ടിയും കൂടി ഗുരുവായൂർ ക്ഷേത്രത്തിൽ ചെന്ന് വഴിപാടൊക്കെ നടത്തി ആ ഗംഭീരം മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ചു. ഈ നടന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇനി ബാലറ്റ് യന്ത്രത്തിൽ കൃത്രിമം നടത്തിയിട്ടാണെങ്കിൽ പോലും LDF ജയിക്കണേ, അച്ഛൻ തന്നെ മൂന്നാമത് മുഖ്യമന്ത്രിയാകണേ, മരിക്കുന്നവരെ അല്ലെങ്കിൽ കേരള സംസ്ഥാനം ഇല്ലാണ്ടാകുന്നവരെ മൂപ്പിലാൻ തന്നെ മുഖ്യമന്ത്രിയായിരുന്നു നാട്ടുകാരെ ദ്രോഹിക്കണേ, അങ്ങനെ നാട്ടുകാരുടെ ശാപം വാങ്ങിച്ച് ഞങ്ങളുടെ കുടുംബവും സന്തതി പരമ്പരകളൊക്കെ അവർക്കൊക്കെ പുണ്യം കിട്ടണേ എന്ന് പ്രാർത്ഥിച്ചു. ഭഗവാൻ ശ്രീ ഗുരുവായൂരപ്പൻ കരുണാകരനടക്കം പല ആളുകളുടെയും പ്രാർത്ഥന കേട്ടുള്ള ആളാണ്. അതുകൊണ്ട് അദ്ദേഹം ഇത് കേട്ട് അവിടെ ഇരുന്ന് പുഞ്ചിരി തൂങ്ങിക്കണം എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. മനുഷ്യരെ പ്രത്യേകിച്ച് ദ്രോഹിക്കാത്തതുകൊണ്ടാണ് ഞാനൊന്നും ആ വഴിക്ക് പോകാത്തത്. ഗുരുവായൂരപ്പനറിയാം നമ്മൾ എവിടെ ഇരുന്നാലും നമ്മുടെ മനസ്സിലെ ചിന്തകൾ എന്താണ്, നമ്മുടെ പ്രവൃത്തികൾ എന്തൊക്കെയാണ് എന്നുള്ളത്. ഭഗവാൻ തൂണിലും തുരുമ്പിലും ഉണ്ട് എന്നാണ് നമ്മൾ കുട്ടിക്കാലം തൊട്ട് കേട്ടത്. അതുകൊണ്ട് ഗുരുവായൂരപ്പനെ പ്രാർത്ഥിക്കണമെങ്കിൽ ഗുരുവായൂർ പോകണമെന്നില്ല, വീട്ടിൽ നിന്ന് പ്രാർത്ഥിച്ചാൽ മതി. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ പക്ഷേ വിവേകിന് ഈ കാര്യം അറിയില്ല. അദ്ദേഹത്തിന് വിവേകം ഉണ്ടായത് തന്നെ ഈ സമീപകാലത്താണ്. അതുകൊണ്ടാണ് ഗുരുവായൂർ വരെ പോയിക്കളയാന്ന് വിചാരിച്ചത്. ഏതായാലും പുള്ളി പോയി തൊഴുതു തിരിച്ചു വന്നു. അതിൽ തെറ്റൊന്നുമില്ല. സഖാക്കൾ തന്നെ എത്രയോ പേര് ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോയിരിക്കും ഇല്ലേ? KR ഗൗരിയമ്മ വലിയ വിപ്ലവകാരിയായിരുന്നില്ലേ? ഗൗരിയമ്മയെ CPM നിന്ന് പുറത്താക്കിയിട്ട് അവരാദ്യം ചെയ്തതെന്താണ്? ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോയി ദർശനം നടത്തി എന്ന് മാത്രമല്ല, ഞാനൊരു കൃഷ്ണഭക്തയാണ്, ഇപ്പോഴും ആ ഭക്തിയാണ്, ഇനിയും ഭക്തിയായിരിക്കും. ഈ ശ്രീകൃഷ്ണൻ എന്ന് പറയുന്നത് വളരെ പല സൽഗുണങ്ങളുമുള്ള ഒരു ദൈവമാണ്. അതുകൊണ്ട് എനിക്ക് അദ്ദേഹത്തെ വലിയ ഇഷ്ടമാണ് എന്ന് മലയാള മനോരമയുടെ സൺഡേ സപ്ലിമെൻറ്റിന് കൊടുത്ത ഇൻ്റർവ്യൂവിൽ ഗൗരിയമ്മ പറഞ്ഞു. പിന്നീടും അവർ അമ്പലപ്പുഴ ക്ഷേത്രത്തിലൊക്കെ പല വഴിപാടുകൾ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിലൊന്നും ഒരു തെറ്റുമില്ല. പോട്ടെ, ഗൗരിയമ്മ പിന്നെ പഴയ തലമുറയിൽപ്പെട്ട ഓൾഡ് ജൻ വിപ്ലവകാരിയായിരുന്നല്ലോ. നമ്മുടെ ന്യൂ ജൻ വിപ്ലവകാരി കന്നയ്യകുമാറിനെ അറിയില്ലേ? കത്തുന്ന വിപ്ലവകാരിയായിരുന്നു. ഈ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ ആസാദി മുദ്രാവാക്യം മുഴക്കി പ്രസിദ്ധനായ ആളാണ്. അദ്ദേഹം CPIയിൽ നിന്ന് പുറത്തായ ശേഷം ആദ്യം ചെയ്തത് കോൺഗ്രസ് ജയിലിൽ, രണ്ടാമതായിട്ട് ചെയ്തത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ വന്ന് ദർശനം നടത്തി പ്രാർത്ഥിക്കൽ വരും. കാരണം CPIയിൽ ഇരുന്നുകൊണ്ട് അദ്ദേഹത്തിന് ഗുരുവായൂർ ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ പുരിയിലോ അതുമല്ലെങ്കിൽ ദ്വാരകയിലൊന്നും ദർശനം നടത്താൻ പറ്റില്ല.
അതുകൊണ്ട് കോൺഗ്രസ്സിൽ ചേർന്ന പിന്നെ എന്ത് ചെയ്യാം, അങ്ങനെ ലൈസൻസായി. പുള്ളി ഗുരുവായൂർ വന്ന് ദർശനം നടത്തി. അതുമല്ല, CPM-ൽ നിന്ന് പുറത്താക്കപ്പെട്ട ഒരു രാജ്യസഭാംഗമുണ്ടായിരുന്നു, ചെറുപ്പക്കാരൻ. ആപ്പിളിൻ്റെ ഫോണും മറ്റുമൊക്കെ കൈവശം വെച്ചതിന് പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഋതബ്രത ബാനർജി എന്ന് പറയുന്ന അയാളുടെ പേര്. പുള്ളി ഇതുപോലെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ട് ആദ്യം ചെയ്ത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഒന്ന് ദർശനം നടത്തില്ല. പിന്നെ കടകംപള്ളിയുടെ കാര്യം പ്രത്യേകം പറയേണ്ടതില്ല. അങ്ങനെ മറ്റ് പല ആളുകളുണ്ട്. ഇതിനൊന്നും ഒരു തെറ്റുമില്ല. മാത്രമല്ല, പിണറായി വിജയൻ കേരള മുഖ്യമന്ത്രി എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ മകന് സഞ്ചാര സ്വാതന്ത്ര്യമില്ലേ? അയാൾ ഈ നാട്ടിലൊരു പൗരനല്ലേ? ആ ചെറുപ്പക്കാരന് നമുക്ക് എല്ലാവർക്കുമുള്ള സ്വാതന്ത്ര്യമുണ്ട്. അദ്ദേഹം ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനം നടത്തിയതിൽ ഒരു തെറ്റുമില്ല. സാക്ഷാൽ VS അച്യുതാനന്ദൻ്റെ മകൻ അരുൺകുമാറും കോടിയേരി ബാലകൃഷ്ണൻ്റെ മകൻ ബിനീഷ് കോടിയേരി കൂടി ഒരുമിച്ചല്ലേ ശബരിമലയ്ക്ക് പോയത്? ക്ലിഫ് ഹൗസിൽ കെട്ട് നിറച്ചിട്ടല്ലേ അവർ ശബരിമലയ്ക്ക് പോയത്? ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ. ഇതൊന്നും യാതൊരു വിട്ടുവീഴ്ച ഉണ്ടായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഈ വിവേക് കിരൺ നമ്മുടെ ഗുരുവായൂർ ദർശനം നടത്തിയതിൽ ഒരു തെറ്റില്ല. അദ്ദേഹം ബാക്കി ക്ഷേത്രങ്ങളിലൊക്കെ വൈകാതെ പോകും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. വൈക്കം ക്ഷേത്രത്തിൽ, ഏറ്റുമാനൂർ ക്ഷേത്രത്തിൽ, എറണാകുളം ക്ഷേത്രത്തിൽ, തൃപ്പൂണിത്തുറ പൂർണ്ണത്രയീശ ക്ഷേത്രത്തിൽ അവിടെയൊക്കെ ദർശനം നടത്തണം. അതുപോലെ തൃശ്ശൂർ വടക്കുന്നാഥനെ വിട്ടുകളയരുത്. ഇങ്ങനെ എല്ലാ ക്ഷേത്രത്തിലും പോയി പ്രാർത്ഥിച്ച് ഈ കാരണവന്മാരായിട്ട് ചെയ്തു പോയ പാപങ്ങൾ ക്ഷമിക്കണേ, ഞങ്ങളുടെയും കുട്ടികളുടെയെങ്കിലും ജീവിതം ഭാസുരമാക്കണേ, ഈ ശാപം ഞങ്ങളുടെ തലയ്ക്ക് മീതെ വരരുതേ എന്ന് പ്രാർത്ഥിക്കുന്നതിൽ എന്താണ് തെറ്റ്? ഒരു തെറ്റില്ലെന്ന് മാത്രമല്ല, ശരിയുണ്ട് തന്നെ. കാരണം യഥാർത്ഥത്തിൽ അഥവാ ദൈവം ഉണ്ടെങ്കിൽ, നമുക്കറിയില്ല, ഉണ്ടെങ്കിൽ അത് വടക്കുന്നാഥനാണോ ഏറ്റുമാനൂരപ്പനാണോ ശബരിമല ശാസ്താവാണോ ഗുരുവായൂരപ്പനാണോ എന്ന് ആർക്കും അറിയില്ലല്ലോ. അതുകൊണ്ട് എല്ലായിടത്തും പ്രാർത്ഥിക്കുന്നതല്ലാണ്. എവിടുത്തെ ദൈവമാണെങ്കിലും ചിലപ്പോൾ ആ ഒരു കരളലിവ് തോന്നിയാൽ ക്ഷമിച്ച് കളയാൻ സാധ്യതയുണ്ട്. ഇനി ഇല്ലെങ്കിൽ ആർക്കും പ്രത്യേകിച്ച് ദോഷമൊന്നുമില്ല. പക്ഷേ ഇതിൽ ഒരു ചെറിയ ചളിപ്പൂറ്റിയെന്ന് വെച്ചാൽ, ഈ വിവേക് കിരൺ ക്ഷേത്രത്തിൽ ദർശനം നടത്താൻ പറ്റുന്ന കാര്യം പരമരഹസ്യമായിട്ടാണ് ചെയ്തത്. ഗുരുവായൂർ ക്ഷേത്ര അഡ്മിനിസ്ട്രേറ്റർ വിളിച്ചു പറഞ്ഞു. അഡ്മിനിസ്ട്രേറ്റർ ഇദ്ദേഹത്തെ താലപ്പൊലി എടുത്ത് ക്ഷേത്രത്തിൽ കൊണ്ടുപോയി തൊഴിച്ചു. വിവേക് കിരണിനെ കണ്ടാൽ തിരിച്ചറിയുന്നവർ വളരെ കുറവാണ്. ഇപ്പം ഞാൻ തന്നെ എറണാകുളത്ത് ബ്രോഡ്വേയിലോ MG റോഡിലോ വെച്ച് വിവേകെതിരെ വന്നാലും എനിക്ക് മനസ്സിലാവില്ല. കാരണം നമുക്കാർക്കും ഇദ്ദേഹത്തിൻ്റെ പടം കണ്ട് പരിചയമില്ല. പക്ഷേ ഏതോ ബുദ്ധി ഇത് സ്ഥലത്തെ ജനം TV ചാനലിൻ്റെ ഈ പ്രാദേശിക ലേഖനം ചോർത്തി കൊടുത്തു. അയാൾ ചിത്രങ്ങളെടുത്തു, വീഡിയോ എടുത്തു. എന്നാൽ പിന്നെ അത് കൊണ്ടുപോട്ടേന്ന് വിചാരിക്കല്ലേ. അതിന് പകരം ഇയാളെ കൊങ്ങയ്ക്ക് പിടിച്ച് അതിൻ്റെ ഫോൺ കയ്യിൽ മേടിക്കുകയും അതിൽ നിന്ന് അഡ്മിനിസ്ട്രേറ്റർ അദ്ദേഹം തന്നെ ദൃശ്യങ്ങൾ ഡിലീറ്റ് ചെയ്യുകയും ചെയ്തു. അതുകൊണ്ട് എന്ത് പറ്റി? ലോകത്തുള്ള എല്ലാ ആളുകളും പറഞ്ഞു വിവേക് കിരൺ രഹസ്യമായിട്ടാണ്, തലയിൽ മുണ്ടിട്ടാണ്, അല്ലെങ്കിൽ പ്രച്ഛന്ന വേഷം ധരിച്ചാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനത്തിന് പോയതെന്നും ഇത് കണ്ടുപിടിച്ച മാപ്രയെ പാർട്ടി സഖാക്കൾ മർദ്ദിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം. ദേവസ്വത്തിലെ ജോലിക്കാരും അഡ്മിനിസ്ട്രേറ്ററും ചേർന്ന് അയാളെ ദേവോദരം ഏൽപ്പിച്ചു. അഡ്മിനിസ്ട്രേറ്റർ തന്നെ ഇയാളുടെ ഫോൺ പിടിച്ചു വാങ്ങിച്ച് അതിലെ ദൃശ്യങ്ങൾ ഡിലീറ്റ് ചെയ്തു എന്നും നാട്ടിലൊക്കെ പാട്ടായി. കൈരളി ചാനലിലും ദേശാഭിമാനി പത്രത്തിലും ഒഴിച്ച് ബാക്കി സകല സ്ഥലത്തും വാർത്ത വന്നു. ഇപ്പോൾ ആര് നാറി? വിവേക് നാറിയെന്ന് ഞാൻ വിചാരിക്കില്ല. കാരണം പുള്ളിക്ക് അതൊന്നും ഒരു പ്രശ്നമില്ല. പക്ഷേ ഇപ്പോൾ ക്ഷീണം പറ്റിയത് ആർക്കാണ്? പാർട്ടിക്കാണ്. പാർട്ടി സഖാവിൻ്റെ മകൻ തലയിൽ മുണ്ടിട്ട് പോയി എന്ന വാർത്ത പുറത്തു വന്നു. നേരെ മറിച്ച് ബിനീഷ് കോടിയേരി പോയ പോലെ, VSൻ്റെ മകൻ അരുൺ പോയ പോലെ അങ്ങ് പോയാൽ മതിയായിരുന്നു. പിണറായി സഖാവിന് പിടിച്ചേക്കാം. എൻ്റെ ഭാര്യ ദൈവവിശ്വാസിയാണ്, എൻ്റെ മകനും ദൈവവിശ്വാസിയാണ്, ഇപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും എന്ന് ചോദിച്ച് പുള്ളിക്ക് തടി സലാമത്താക്കാൻ പറ്റുമായിരുന്നു. ഇപ്പോൾ അത് പറ്റാത്ത അവസ്ഥയായി. എൻ്റെ മകൻ തലയിൽ മുണ്ടിട്ടാണ് പോയത്. മകൻ്റെ ഭാര്യയും കുട്ടിയും പ്രച്ഛന്ന വേഷം ധരിച്ചാണ് പോയത്. കണ്ടുപിടിച്ചപ്പോൾ അത് വിഷയമാക്കി, വിവാദമാക്കി, ചിത്രങ്ങൾ ഡിലീറ്റ് ചെയ്തു എന്ന രീതിയിൽ കാര്യങ്ങളെത്തി. ഇതാണ് പറയുന്നത്, ഈ ബുദ്ധിയില്ലാത്ത ആളുകളെ പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിലൊന്നും ഇരുത്തരുത്. പ്രത്യേകിച്ച് ഗുരുവായൂർ ദേവസ്വം അഡ്മിനിസ്ട്രേറ്ററായിട്ട് ഇരുത്തരുത്. ഇനിയിപ്പോൾ ഭരണമാറ്റം ആസന്നമാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് ഈ അഡ്മിനിസ്ട്രേറ്റർ ഒരു കൈ കയറി കളിച്ചാണോ എന്നുകൂടി എനിക്ക് സംശയമുണ്ട്. കാരണം പറയാൻ പറ്റില്ല, ഈ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ നമുക്ക് കുടിക്കണ വെള്ളത്തിൽ വിശ്വസിക്കാൻ പറ്റില്ല. ഏതായാലും പിണറായി സഖാവിന് പണി കൊടുത്ത ഈ അഡ്മിനിസ്ട്രേറ്ററെ ഈ സർക്കാർ പോകുന്നതിന് മുമ്പ് അവിടെ നിന്ന് നീക്കം ചെയ്യണം എന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന. അല്ലെങ്കിൽ പാർട്ടി സഖാക്കൾക്കോ അവരുടെ മക്കൾക്കോ സന്തതി പരമ്പരകൾക്കോ മനസ്സമാധാനത്തോടുകൂടി ഇനി ഗുരുവായൂർ ക്ഷേത്രത്തിലെന്നല്ല ഒരു ക്ഷേത്രത്തിൽ പോകാൻ പറ്റാത്ത അവസ്ഥ വരും. അതുകൊണ്ട് സഖാക്കളെ മുന്നോട്ട്.